ഒരു ദിവസം നമ്മെ കൊണ്ട് കഴിയാവുന്നതുപോലെ നമ്മൾ ഹബീബായ നബിതങ്ങളെ മേലെ സ്വലാത്തിയിടണം. ആ കൂട്ടത്തിൽ 5 നേരവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരു ഓർമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള ദുആ. എല്ലാവർക്കും അറിയില്ലേ? ബാങ്ക് വിളിച്ചതിന് ശേഷമുള്ള ദുആ അറിയാവുന്നവര്, കുട്ടികൾക്കൊക്കെ അറിയില്ലേ? നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ബാങ്ക് കൊടുത്താൽ ഉടനെ ചെല്ലുന്ന ദുആ. ആ ദുആഇന്റെ പ്രതിഫലം എത്രയാണ്? ഒരാൾ ബാങ്ക് കൊടുത്തിട്ടുള്ള ദുആ പതിവാക്കിയാൽ വജബത്ത് ലഹു ശഫാഅത്തി, നാളെ അവന് എന്റെ ശഫാഅത്ത് നിർബന്ധമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പ ബാങ്ക് കേട്ടാലും ബാങ്കിന് ദ്വാരക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എപ്പ ബാങ്ക് കേട്ടാലും ബാങ്കിന്റെ ദ്വാരക്കണം. അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണുകളിലൊക്കെ ഉണ്ട് ബാങ്കിന് ശേഷമുള്ള ദുആ. നമ്മൾ അതിനുവേണ്ടി ഒരു 30 സെക്കൻഡ്, എത്ര സമയമാണ് നമ്മൾ റീല് കാണാൻ ഇങ്ങനെ നീക്കി കളയുന്നത്? ഒരു ദിവസം 5 മിനിറ്റ് ഉണ്ടെന്ന് കൂട്ടി, 5 മിനിറ്റ് നമ്മൾ ചെലവാക്കിയാൽ ഒരു ദിവസം ഒരു ബാങ്ക് കേട്ടിട്ട് ഒരു ദുആ ചെയ്യാൻ 1 മിനിറ്റ് സമയം എടുത്താൽ 5 വഖത്തിന് കൂടി എത്ര മിനിറ്റ് വേണ്ടി വരും? 5 മിനിറ്റ് വേണ്ടി വരും. 5 മിനിറ്റ് ബാങ്കിന് ശേഷമുള്ള ദുആ നമ്മൾ പതിവാക്കിയാൽ വജബത്ത് ലഹു ശഫാഅത്തി, അവന് ശഫാഅത്ത് നിർബന്ധമായി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് നമ്മളെ ദുരന്തം എന്താണെന്നറിയോ? നമുക്കൊരുപാട് കാര്യങ്ങൾ പലയിടത്തുനിന്നായിട്ട് നമ്മൾ കേൾക്കും. യൂട്യൂബിൽ വയലേക്കും, പരമ്പരയ്ക്ക് വയലേക്കും, ഉറൂസിന് വയലേക്കും. പക്ഷേ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിൽ നിന്ന്, പഴയ കാലത്ത് അങ്ങനെയല്ല, എവിടുന്നെങ്കിലുമൊക്കെ കിട്ടുന്ന ഇൽമുകൾ അത് ജീവിതത്തിൽ പകർത്താൻ നമ്മുടെ മുൻഗാമികൾ ഉത്സാഹം കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ഈമാനിന്റെ കുറവ് കൊണ്ടോ മറ്റോ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ നമുക്കിന്ന് സാധ്യമാകാതെ വരുന്ന സമയമാണ്. അല്ലാഹു തആല നമുക്കൊക്കെയും ഖൈറാത്തുകൾ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.